KNM മർക്കസുദ്ദാവ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം പതിയിരിക്കുന്ന അപകടങ്ങൾ KNM മർക്കസുദ്ദാവ ജില്ലാ ക്യാമ്പയിനിൽ സ്വാഗതം ഭാഷണം നടത്തുന്നത് KNM മർക്കസുദ്ദാവ ജില്ലാ സെക്രട്ടറി CC ഷക്കീർ ഫാറൂഖി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പുതിയ ഒരു വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 NEP നടപ്പിൽ വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് 1968 1986 വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏകദേശം 34 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ ഒരു വിദ്യാഭ്യാസ നയം ഈ അടുത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതിയ വിദ്യാഭ്യാസ നയത്തെ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഈയൊരു നയത്തെ ആശങ്കയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റുകളുടെ അജണ്ടകളാണ് ഈ അടുത്ത കാലത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ ആളുകളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഈ നയത്തെയും വളരെ ആകുലതയോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും സോഷ്യലിസത്തിനും എതിരായിട്ടുള്ള പദ്ധതികളാണ് ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1968, 86 കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന വിദ്യാഭ്യാസ നയങ്ങൾ പാർലമെന്റിലും ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെയുമൊക്കെ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിൽ 2020 വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുന്ന ഒരു രീതി സ്വീകരിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. ഈ ഒരു അവസരത്തിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നവോത്ഥാന സംഘടന എന്ന നിലയിൽ കോഴിക്കോട് മർക്കസുദ്ദാവ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന KNM മർക്കസുദ്ദാവ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ദേശീയ വിദ്യാഭ്യാസ നയം പതിയിരിക്കുന്ന അപകടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MP അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് KNMന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് റമീസ് പാറാൽ. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സിജിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ZA അഷ്റഫ്. പ്രഭാഷണങ്ങൾ നടത്തുന്നത് MMV HSS പരപ്പിൽ ഹൈസ്കൂൾ അധ്യാപകൻ PC അബൂബക്കർ, ISM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റാഫി പേരാമ്പ്ര. അവരെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഈ വളരെ പ്രധാനപ്പെട്ട ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി റമീസ് പാറാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയപ്പെട്ട ഇന്നത്തെ മുഖ്യാതിഥിയും ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനുമായ ബഹുമാന്യനായ ET മുഹമ്മദ് ബഷീർ MP അവർകൾ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന സിജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ZA അഷ്റഫ്, വിദ്യാഭ്യാസ രംഗത്ത് അറിയപ്പെടുന്ന വിദ്യാഭ്യാസ പ്രവർത്തകൻ PC അബൂബക്കർ, ISM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റാഫി പേരാമ്പ്ര, KNM കണ്ണൂർ ജില്ലാ സെക്രട്ടറി CC ഷക്കീർ ഫാറൂഖി, ഈ പരിപാടി ശ്രവിക്കുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സഹോദരി സഹോദരന്മാരെ, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് KNM മർക്കസ് ദേവ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കാനുണ്ടായ കാരണം, ഈ വിദ്യാഭ്യാസ നയത്തിൽ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സെമിനാറിന് KNM ജില്ലാ കമ്മിറ്റി ഇതുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് 6 മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ പരിഷ്കരണം നടപ്പിലാക്കുന്ന സമയത്ത് തീർച്ചയായും അത് രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ പഠനങ്ങളും ചർച്ചകളും നടത്തേണ്ടത് അനിവാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ പരിഷ്കരണം വരുന്ന സമയത്ത് തീർച്ചയായും നമുക്കറിയാം, കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ ആരംഭിക്കുന്നത് തന്നെ രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് റൂമുകളിലാണ്. ദ ഫ്യൂച്ചർ ഡെസ്റ്റിനി ഓഫ് ദി നേഷൻ ഈസ് ഡിസൈഡഡ് ഇൻ ദി ക്ലാസ് റൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് ചെറിയ ഒരു പരിഷ്കരണം വരുത്തുന്ന സമയത്തും ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്ന സമയത്തും അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടത് അനിവാര്യമാണ്. വേണ്ടത്ര ചർച്ചകളോ ഗൗരവപരമായിട്ടുള്ള ഒരു സമീപനമോ ഇല്ലാതെ പ്രീ പ്രൈമറി മുതൽ കോളേജ് തലം വരെ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള മേഖലയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും, ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും ഈ മേഖലയിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഈ പുതിയ വിദ്യാഭ്യാസ നയം നമ്മെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു, അതല്ലെങ്കിൽ ഇതിലെന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്, ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും
വളരെ ഗൗരവമായ ഈ വിഷയത്തിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് വിഷയം അവതരിച്ച് സംസാരിക്കുന്നത്. ഞാൻ അധികം നീട്ടുന്നില്ല, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ MP അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, KNM മർക്കസ് ദേവ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ചർച്ച അവിടെ വെക്കുന്നത്. ഇത് ചുരുങ്ങിയൊരു സമയമായതുകൊണ്ട് ദീർഘിച്ച് അത് സംബന്ധിച്ച് പറയാൻ നിങ്ങൾക്കും സമയമുണ്ടാവില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടല്ല, ചുരുക്കി പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ നയം ഇന്ത്യയെ പിറകോട്ട് നയിക്കാനുള്ളതാണ്. അവരെന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പൗരാണിക ഇന്ത്യയിൽ നിന്ന് ആണ് ഞങ്ങൾ ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. അവർ ഈ പോളിസി കൊണ്ടുവരുന്നതിന് മുമ്പ് വിശദമായ ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയത് പ്രധാനമായിട്ടും RSSകാർ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ 80% ശുപാർശകൾ ഇതിലുണ്ടെന്നാണ്. ഇത് ഏറ്റവും വലിയ അപകടം തന്നെയാണ്. ഇന്ത്യ ഭാവിയിൽ ഇന്നുള്ളതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചമായി ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ മതേതര രാജ്യമായി നിലകൊള്ളുന്നതിനെതിരായി അവരുടെ ഇടയിലേക്ക് വർഗീയതയും വിഭാഗീയതയും കുത്തിച്ചെലുത്തുന്ന വിധത്തിലുള്ള ഒരു നയമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇതിൽ വിഭാവനം ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ കർമ്മപരിപാടി നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഭാഷാനയം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ വളരെ സങ്കുചിതമാണ്. സംസ്കൃതത്തിന് എല്ലാ തലത്തിലും പ്രാധാന്യം കൊടുക്കുക, അത് ഏത് ലെവൽ വരെയും കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യുകയാണ്, പ്രാദേശിക ഭാഷയ്ക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞതൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ ഈ കുട്ടികൾ പഠിച്ചിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പോകേണ്ടവരാണ്. അവിടെ ഇംഗ്ലീഷിൻ്റെ പ്രാമുഖ്യം കുറച്ച് നിങ്ങൾ സംസ്കൃതത്തിന് തൽസ്ഥാനത്ത് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അങ്ങോട്ടേ പോവുക? ഈ കുട്ടികളുടെ ഭാവി എന്താണ്? വിജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന നൂറ്റാണ്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഉദ്യോഗ സാധ്യതകൾ തകർക്കുന്ന വിധത്തിലാണ് ഈ നയമുള്ളത്. പിന്നെ അതിൻ്റെ ജനാധിപത്യമായിട്ട് വഴി പാർലമെൻറ്റിലൂടെ ഇത് കടന്നു വന്നിട്ട് തന്നെ ഇല്ല. 86 പോളിസി പാർലമെൻറ്റ് ചർച്ച ചെയ്തിരുന്നു, 92 പ്രോഗ്രാം ഓഫ് ആക്ഷൻ ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇവർ കുറച്ച് പേര് കൂട്ടി ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ പഠിക്കേണ്ടതാണ്. പഠിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ പാളിച്ചകൾ തുറന്നു കാണിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾ രാജ്യത്ത് സജീവമായിട്ട് സംഘടിപ്പിക്കേണ്ടതാണ്. അതിനുള്ള മുന്നോടിയായി തീരട്ടെ ഈ ചർച്ച എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ നന്മയും നേരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പതിയിരിക്കുന്ന അപകടങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഡോക്ടർ ZA അഷ്റഫിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് ഇത്തരമൊരു വെബിനാർ സംഘടിപ്പിക്കാൻ തയ്യാറായ KNM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ആദ്യമേ അഭിനന്ദിക്കട്ടെ. ഒരുപക്ഷെ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഇന്ത്യയിൽ, വിശേഷ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു അക്കാദമിക് സബ്ജക്റ്റാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 അഥവാ പുതിയ വിദ്യാഭ്യാസ നയം. മുൻ വിദ്യാഭ്യാസ നയങ്ങളെക്കാളേറെ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണങ്ങൾ പലതുമുണ്ട്. ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ സാഹചര്യം ദുർബല വിഭാഗങ്ങളോടും പിന്നോക്ക വിഭാഗങ്ങളോടും ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ഈ പോളിസിയെ മുന്നോട്ട് വെച്ച സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ, ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ഈ സർക്കാരിൻ്റെ സമീപനം, ഇങ്ങനെ പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യാൻ വിദ്യാഭ്യാസ പ്രവർത്തകർ സന്നദ്ധമാകുന്നത്.
ഒരുപക്ഷെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മാത്രമല്ല, സാമൂഹ്യ ഘടനയിൽ തന്നെ കാതലായ മാറ്റം വരാനിടയുള്ള ഒരു പോളിസിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തെ കാണാനും പഠിക്കാനും അക്കാദമിക് സമൂഹം തയ്യാറാകുന്നുണ്ട്. ഇന്ന് ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ, ഒരു മുന്നറിവ് എന്ന അർത്ഥത്തിൽ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആരംഭം, തുടക്കം എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രഥമമായ കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സങ്കല്പം നമ്മളൊക്കെ കരുതി വച്ചിരിക്കുന്ന രീതിയിൽ ആണോ ഈ പോളിസി മുന്നോട്ട് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, വിവിധ നാട്ടുരാജ്യങ്ങളായിരുന്ന ഒരു പ്രദേശത്തെ ഏകീകരിച്ച് ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ, വൈദേശിക ശക്തികൾക്കെതിരെയുള്ള സമരത്തിൻ്റെ ഊർജത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ സങ്കല്പം ഉണ്ടായി വരുന്നത്. വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. നമുക്കറിയാം, ഭാഷ, വ്യത്യസ്തമായ ഭാഷകൾ, സംസ്കാരങ്ങൾ, ഭൂപ്രകൃതി കൊണ്ട്, മറ്റ് ആചാരങ്ങൾ കൊണ്ട്, മതം, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വൈവിധ്യമാർന്ന ഒരു പ്രദേശത്തെ ഒരുമിപ്പിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മനോഹരമായൊരു ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഒരുമിപ്പിച്ചെടുക്കുകയും വിവിധ ചിന്താഗതിക്കാരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു ഇതുവരെ നമുക്ക് ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള മതിപ്പ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നാം പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു. ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണോ പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിരിക്കുന്നത് എന്ന ഒരു പരിശോധനയാണ് ഇത്തരമൊരു ചർച്ചയിൽ ആദ്യമേ ഉണ്ടാകേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പോളിസികൾ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. അത്തരം പോളിസികളെ വിശകലനം ചെയ്യുന്ന വിഭാഗങ്ങളുമുണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ. യുനെസ്കോ അതിൻ്റെ പോളിസി അനാലിസിസ് ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം, എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ വിലയിരുത്തേണ്ടുന്നത് അത് എന്തുമാത്രം ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്നെടുത്തെന്നാണ്. ആ അർത്ഥത്തിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്ക് നൽകി വരുന്ന പരിഗണനയും ആനുകൂല്യങ്ങളും പ്രത്യേകതകളും ഒക്കെ തന്നെയും ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ ഒരു പോളിസി രൂപീകരിച്ചത് എന്ന ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചോദ്യം ഉയരുന്നത്. മറ്റൊന്ന്, ഏതൊരു രാജ്യത്തിന്, ജനാധിപത്യ രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ നയമാവട്ടെ, തൊഴിൽ നയമാവട്ടെ, മറ്റ് സാമ്പത്തിക നയങ്ങളാവട്ടെ, ഇത്തരത്തിലുള്ള നയങ്ങൾ രൂപപ്പെടുന്നതിന് അന്തർദേശീയമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. നമുക്കറിയാം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ UNDP-യുടെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പിട്ട മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റായിരുന്നു, ഒരു ആസ്പെക്റ്റ് ആയിരുന്നു എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്നത്, അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന, മിനിമം പ്രൈമറി എഡ്യൂക്കേഷനെങ്കിലും നൽകണമെന്ന് പറയുന്നൊരു കാഴ്ചപ്പാട്. 2000 മുതൽ 2015 വരെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ മുന്നോട്ട് പോവുകയും 2015 അതിൻ്റെ ഒരു തുടർച്ച എന്ന അർത്ഥത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ വന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു 4ാമത്തെ പില്ലർ അതിലുള്ളത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം.
ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ, ഇത്തരത്തിലുള്ള ഒരുപാട് അന്തർദേശീയ കരാറുകളെയും അന്തർദേശീയ പോളിസികളെയും മുൻനിർത്തിക്കൊണ്ട് മാത്രമേ ഒരു രാജ്യത്തിന് അതിൻ്റെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഇതും നമ്മൾ ഈ പറഞ്ഞ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് തൊട്ട് മുമ്പുള്ള വിദ്യാഭ്യാസ നയം 1956 വന്നത്. തൊട്ട് മുമ്പത്തെ 1968 ഒരു വിദ്യാഭ്യാസ നയം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1986 കഴിഞ്ഞ വിദ്യാഭ്യാസ നയം വന്നത്. അത് കഴിഞ്ഞ് ഇത്രയും കാലം, ദീർഘകാലമായി 34 വർഷമായി മറ്റൊരു വിദ്യാഭ്യാസ നയം നമുക്ക് രൂപീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ ഒരു പാളിച്ചയായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇതിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിന് സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ തൊട്ട് മുമ്പത്തെ വിദ്യാഭ്യാസ നയം നമുക്ക് മുമ്പിലേക്ക്, 86 എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ മുമ്പിലേക്ക് വന്ന രീതിയും ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ടേക്ക് കൊണ്ടുവന്ന മെത്തഡോളജിയും രീതിശാസ്ത്രവും താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, നേരത്തെ പറഞ്ഞ ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ചിട്ട്, ജനങ്ങളുടെ ഹിതത്തെക്കുറിച്ചിട്ട്, വൈവിധ്യങ്ങളെക്കുറിച്ചിട്ട്, വിവിധ അഭിപ്രായങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. 86 രാജീവ് ഗാന്ധിയുടെ എഡ്യൂക്കേഷൻ പോളിസി അന്ന് കൃത്യമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണപ്രതിപക്ഷ ഭേദമന്യേ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുമായി ചർച്ച ചെയ്തുകൊണ്ടും വിവിധ ആംഗിളുകളിൽ ചാലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ എ പോളിസി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഇട്ടുകൊണ്ട് സീരീസ് ഓഫ് ടോക്സ്, ഡിസ്കഷൻസ് ഒക്കെ നടത്തി അവസാനം ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ സമർപ്പിച്ച് കമ്മിറ്റി പഠിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത്. ഇവിടെ 2020 എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വരുമ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റിയെ വെക്കുന്നു. 2019 അതിൻ്റെ ഡ്രാഫ്റ്റ് മുന്നോട്ട് വെക്കുന്നു. പിന്നീട് ഡ്രാഫ്റ്റിനെ കുറിച്ചിട്ട് പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. ആരും പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ, ഒരു നിരവധി അഭിപ്രായങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നതിന് യാതൊരു എവിഡൻസും ഇല്ലാതെ, അതിന് സൂക്ഷ്മാർത്ഥങ്ങളിലേക്കൊന്നും പോകാതെ ഫൈനൽ പ്രസിദ്ധീകരിക്കുകയാണ് 2020. അപ്പോൾ ഇതിനിടയിൽ നടന്ന പ്രോസസ്സുകളെ കുറിച്ചൊന്നും എവിടെയും പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പോളിസിയെ സ്വാഗതം ചെയ്ത വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭരണകൂടത്തോട് ഒട്ടി നിൽക്കുന്ന, കേന്ദ്ര സർക്കാരിനോട് ഒട്ടി നിൽക്കുന്ന ചില സാംസ്കാരിക സംഘടനകളും ഭാഷാ സംഘടനകളും ഒക്കെയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു ജനാധിപത്യ രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ടല്ല ഈ പോളിസി മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ റിപ്പോർട്ടിനകത്തേക്ക് കടക്കുകയാണെങ്കിൽ, റിപ്പോർട്ടിനകത്ത് ഒരുപാട് നല്ല നല്ല വാചകങ്ങളുണ്ട്, മനോഹരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്നത് കൊടുക്കുമെന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നത്, ബിഗ് ഡാറ്റയും മെഷീൻ ലേണിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല നല്ല വാചകങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിൽ നിന്നുണ്ടാകുന്ന ഓരോരോ ഇതിൻ്റെ ഈ പോളിസി ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിതിലെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. മറ്റ് പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും മറ്റ് മേഖലകളെ കുറിച്ചിട്ടുമൊക്കെ മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന ധാരണയിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വളരെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നത് എത്രമാത്രം ഇന്ത്യൻ സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിനെയും പട്ടികജാതിക്കാരെയും മറ്റ് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തന്നെയും ബാധിക്കുന്നു എന്നിടത്താണ് പ്രശ്നം. 86 പോളിസിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായിട്ടുള്ള അഴിച്ചുപണികൾ അനിവാര്യമാണെന്നുള്ളത്. ശരിയായിരുന്നു. കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് അന്ന് തന്നെ ചർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് 86 പോളിസിയിൽ ഓട്ടോണമിയെ കുറിച്ചിട്ട് അന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓട്ടോണമി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വയം ഭരണാവകാശം.
കോഴ്സുകളെ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, റീഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ സ്പെഷ്യലൈസേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും 86 പോളിസിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തന്നെയും അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ സ്റ്റേറ്റിനെ, സംസ്ഥാനങ്ങളെ, കാരണം എഡ്യൂക്കേഷൻ ഒരു കൺകറൻറ്റ് ലിസ്റ്റിലാണല്ലോ, അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളും സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങളെയും മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ഒരു നയമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ, ഇതിൻ്റെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള കോർഡിനേഷനും പ്ലാനിങ്ങും ഒക്കെ സ്റ്റേറ്റ് കൗൺസിലിനാണ്, സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനാണ് 86 പോളിസി കൊടുത്തിരുന്നത്. അതേപോലെ 86 പോളിസിയിൽ വളരെ റൂറൽ ഏരിയയിലുള്ള ആളുകളെയും മറ്റും അക്കമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെ കുറിച്ചൊരു പ്രത്യേക പരാമർശം ഉണ്ടായിരുന്നു. റൂറൽ യൂണിവേഴ്സിറ്റി എന്നൊരു കോൺസെപ്റ്റ് തന്നെ അതിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അഡ്മിഷൻസ്, കോളേജുകളിലേക്കുള്ള പ്രവേശനങ്ങൾ, അതിൽ പിന്നോക്ക വിഭാഗങ്ങളെയും അതേപോലെ തന്നെ മറ്റ് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്ത വിഭാഗങ്ങൾ എങ്ങനെ കൊണ്ടുവരണം, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ബാക്ക്വേർഡ് സെക്ടേഴ്സിനെ എങ്ങനെ കൊണ്ടുവരണം എന്നതിനെക്കുറിച്ചൊക്കെ അതിലുണ്ടായിരുന്നു. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് തന്നെ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീസ്ട്രക്ചറിങ് ആൻഡ് കൺസോളിഡേഷൻ എന്ന് പറയുന്നൊരു പോയിന്റ് പറയുന്നു. ഇവിടെയാണ് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നിലവിലുള്ള യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജ് സിസ്റ്റമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. ഏതെങ്കിലും ഒരു സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകളിലൂടെയാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവരുടെ ഡിഗ്രി പഠനം പൂർത്തിയായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവേശിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ പറയുന്നത് ചെറിയ ചെറിയ കോളേജുകളൊക്കെ ക്ലോസ് ചെയ്യാനും 3000 കുട്ടികളോ അതിൽ കൂടുതലോ ഉള്ള വലിയ സ്ഥാപനങ്ങൾ മാത്രം നിലനിർത്തുകയും അവർക്ക് പൂർണ്ണമായും ഓട്ടോണമി നൽകിക്കൊണ്ട്, ഗ്രേഡഡ് ഓട്ടോണമി നൽകിക്കൊണ്ട് അവയെ സ്വയം ഡിഗ്രി അവാർഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇത്രയേറെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കൂ. മെട്രോ സിറ്റികൾ മാത്രം പ്രാപ്യമാകുന്ന വലിയ സ്ഥാപനങ്ങളിലേക്ക് എത്രമാത്രം വിദ്യാർത്ഥികൾ ആകർഷിക്കപ്പെടുകയും അവർക്ക് അതിലൂടെ ഉന്നത പഠനത്തിന് സാധ്യതയുണ്ടാകും എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ കേരളത്തിൽ പോലും പ്രായോഗികമല്ലാത്ത ഒരു പോളിസിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൺസോളിഡേഷൻ ആൻഡ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത് ഒരു പോയിന്റ്. മറ്റൊന്ന്, ഇതിൽ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 2018 26 ആണ്. അതിൽ നിന്ന് 2035 ആകുമ്പോഴത്തേക്ക് 50% ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് തീർച്ചയായിട്ടും GR ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, GR ടു ഹയർ എഡ്യൂക്കേഷൻ, ഈ എൻറോൾമെൻറ്റ് ടു ഹയർ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ വേണ്ടുന്നത് സ്വാഭാവികമായിട്ടും ഗ്രാമീണ മേഖലകളിലും അതേപോലെ പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നത് കുറവുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ കോൺട്രഡിക്റ്ററി ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും തന്നെ പരസ്പരം കോൺട്രഡിക്റ്ററി ആണ്. ഒരിടത്ത് നിങ്ങൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് വലിയ കോളേജുകൾ മാത്രം നിലനിൽക്കണം, അത് വലിയ കോളേജുകളിൽ അതിന് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് പറയുകയും മറ്റൊരിടത്ത് GR വർദ്ധിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ എൻറോൾമെൻറ്റിനകത്തേക്ക് ഗ്രാമങ്ങളിലുള്ള ആളുകൾ എത്താതെ പോകുന്നു, പിന്നോക്ക വിഭാഗങ്ങൾ എത്താതെ പോകുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എത്താതെ പോകുന്നു, സ്ത്രീകൾ എത്താതെ പോകുന്നു എന്നൊക്കെ പറയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ഉണ്ടാകുന്നത്. പകരം പറയുന്നുണ്ട് ദൂരത്തുള്ള കുട്ടികൾക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നുള്ളത്. അതായത് അത്തരത്തിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, റൂറൽ ഏരിയയിലുള്ള ആളുകളൊക്കെ തന്നെയും അവർ ഓപ്പൺ ലേണിങ്ങിലൂടെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വരേണ്യ ബോധം കൂടെ ഇതിനകത്ത് ഒളിച്ചു കടത്തുന്ന ഒരു ശ്രമമുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇൻക്ലൂഷൻ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. എല്ലാ പോളിസികളിലും പ്രകടമായിട്ട് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 46 ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളണമെന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു. സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ എന്ന് പറയുന്നിടത്ത് മൈനോറിറ്റീസിനെ മറ്റു വിഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിച്ചു പോകുന്നുണ്ടെങ്കിലും അത്
ഒരു പരിഹാര മാർഗം എന്ന അർത്ഥത്തിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് ഈ സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്, അങ്ങനെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, ആ സോഷ്യോ എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. സർക്കാർ ഫണ്ട് ചെലവഴിക്കണമെന്നൊക്കെ വേഗമായിട്ട് പറഞ്ഞു പോകുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾക്കപ്പുറം അതിന് വേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള എന്ത് സ്ട്രാറ്റജികളാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മറ്റൊന്ന് UGC എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇതോടുകൂടെ ഈ പുതിയ പോളിസി വരുന്നതോടുകൂടെ അപ്രത്യക്ഷമാകും. അതോടുകൂടെ തന്നെ എല്ലാം കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട, ഈ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് ഒരുപാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, നാഷണൽ ഏജൻസികൾ, നാഷണൽ ഫോറംസുമാണ് ഉള്ളത് ഈ റിപ്പോർട്ട് കംപ്ലീറ്റ്. അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന പുറന്തള്ളപ്പെടൽ അത് വളരെ വലിയ ഒരു 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 ദുരന്തത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം സെഗ്മെൻറ്റിലുള്ള ആളുകളെ പുറത്തേക്ക് തള്ളിപ്പോകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇതിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷനിൽ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്ന വ്യാജേന 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് കൈത്തൊഴിൽ പഠിപ്പിക്കുമെന്ന് പറയുന്നത് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ എൻട്രിയെ തടയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കേൾക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നും ചിലപ്പോൾ, എന്തുകൊണ്ട് 6ാം ക്ലാസ് മുതൽ കൈത്തൊഴിൽ പഠിപ്പിക്കുന്നു, കുലത്തൊഴിൽ പഠിപ്പിക്കുന്നു, അത് നല്ലതല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും ആ ഒരു എക്സസൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മക്കൾ കടലിലേക്ക് തന്നെ പോകും. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും. പിന്നെ അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരില്ല. മൺപാത്രം ഉണ്ടാക്കുന്ന കുശവൻ്റെ മക്കൾ അതേ ജോലിയിലേക്ക് തന്നെ പോകും. അങ്ങനെ പാരമ്പര്യ തൊഴിലിലേക്ക് പോവുകയും ജാതി വ്യവസ്ഥ വീണ്ടും വളരെ കൃത്യമായിട്ട് പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ഒരു അജണ്ട ഇൻഡയറക്റ്റ്ലി ഈ ഒരു പോളിസിക്കുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുക. ഇനി ഗവേഷണത്തെക്കുറിച്ചിട്ട് അത് വളരെ വളരെ ശക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാധനമാണ്. ഗവേഷണ രംഗത്ത് എങ്ങനെയാണ് ഈ പോളിസി കാണുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഏജൻസി, UGC, CSIR, അഗ്രികൾച്ചർ, പിന്നെ ICAR തുടങ്ങിയ ഒരുപാട് നിരവധി ഏജൻസികൾ ഗ്രാൻഡ് കൊടുത്തിട്ടും ഫണ്ട് കൊടുത്തിട്ടും ഒക്കെയാണ് ഗവേഷണ രംഗത്തേക്ക് കുട്ടികൾ വരുന്നത്. അവർക്കുള്ള പ്രൊട്ടക്ഷൻസിൻ്റെ ഒരുപാട് പിന്നോക്ക വിഭാഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ടോപ്പിക്ക് അവർക്ക് ചൂസ് ചെയ്യാം, ഗവേഷണ വിഷയങ്ങൾ. പക്ഷെ ഇതൊക്കെ കൂടിയിട്ട് ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ് ഗവേഷണത്തെ. അങ്ങനെ ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷനകത്ത് ഫിലാന്ത്രോപ്പിസ്റ്റുകളും കമ്പനി മുതലാളികളും ഒക്കെ ഉണ്ടാവും. മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ മുതലാളിമാരൊക്കെ ഉൾപ്പെടുന്നവർ. അവരാണ് ഫണ്ടിങ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവരാണ് ഏത് ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യണമെന്ന് കൂടെ തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള അറിവുൽപാദനം, നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നിടത്ത് വെച്ചിട്ട് ഒരു വലിയ വിഭാഗം പുറന്തള്ളപ്പെടുമെന്ന്. രണ്ടാമത്തത്, അത്തരം ഏജൻസികളെ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ പോലുള്ള ഏജൻസികളെ ഫണ്ട് ചെയ്യുന്ന ആളുകളുടെ താല്പര്യമനുസരിച്ചിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇതിൽ സ്വാഭാവികമായിട്ടും കടന്നു വരിക. അവർ പറയുന്ന സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ട് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചിട്ടോ മറ്റ് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ അവിടെ അവസാനിക്കും, ഗവേഷണമൊക്കെ അവിടെ അവസാനിക്കും. ഒരു പക്ഷേ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് ഈ കാര്യങ്ങൾ നീക്കി കൊണ്ടുപോവുകയും സ്വാഭാവികമായിട്ടും പണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കമ്പനികൾക്ക്, മൾട്ടിനാഷണൽ കമ്പനികൾക്കും വമ്പൻ മുതലാളിമാർക്കും പണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിഷയങ്ങളിലേക്ക് മാത്രമായിട്ട് ഗവേഷണം പരിമിതപ്പെടുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട ഇതിലെ ചില ഈ സമീപനത്തിലെ, ഈ ഒരു പോളിസിയിലെ പ്രധാനപ്പെട്ട ചില നിഗമനങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ KNM പോലുള്ള ഓർഗനൈസേഷൻസ് ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുകയും വിദ്യാഭ്യാസ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെതൊക്കെ മറ്റ് വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന ധാരണയിലാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ നയം എങ്ങനെയാണ് ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ ആഴത്തിൽ ഉള്ളൊരു അന്വേഷണം നടത്തുകയും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തൊക്കെ സ്ട്രാറ്റജികൾ രൂപീകരിക്കാമെന്നുള്ളത്
നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് അന്വേഷിച്ച് പോകലാണ് ഇതിൻ്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് അതിൻ്റെ പോളിസിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിൻ്റെ പ്രോഗ്രാം ഓഫ് ആക്ഷൻസ് വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോളിസി എങ്ങനെയായിരിക്കുമോ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്തായിരിക്കുമോ അതിനെ മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ആഘാതം മിനിമൈസ് ചെയ്യാനുള്ള, കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടുന്നത്. ആ അർത്ഥത്തിൽ വിവിധ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വെബിനാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് PC അബൂബക്കർ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ വെബിനാറിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ഈ വെബിനാറിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ സാഹസമായതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1986 വിദ്യാഭ്യാസ നയത്തിന് ശേഷം ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഒരു നയം 34 വർഷത്തിന് ശേഷം വരുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 1990 ശേഷം ലോകത്തുണ്ടായ വൈജ്ഞാനികമായ വിസ്ഫോടനം വിവരണാതീതമാണ്. നിലവിലെ ബോധനശാസ്ത്രവും പാഠ്യപദ്ധതിയും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പുതിയ സാങ്കേതിക വികാസങ്ങളെ ഉൾക്കൊള്ളാനും ജ്ഞാനോൽപാദനത്തിൽ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടാവേണ്ടതാണ്. ആ നിലക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒറ്റ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഏതൊരു വിഷയത്തിൻ്റെയും പോസിറ്റീവായുള്ള കാര്യങ്ങളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഇതിലെ പ്രധാനപ്പെട്ട ചില മെറിറ്റുകൾ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കും എന്നുള്ളത് ശക്തമായി പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ സൗജന്യം എന്നുള്ള പദം വരുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരുപാട് വേർഷൻസ് ഇവിടെ വന്നു. അവസാനമായി ഉള്ളതിൽ നിർബന്ധമായിട്ടുള്ള, സൗജന്യമായിട്ടുള്ള എന്നുള്ളത് അവിടെ ചേർത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള നീണ്ടൊരു കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടും റിമാർക്കബിളാണ്, ശ്ലാഘനീയമാണ്. ഇപ്പോൾ നിലവിലുള്ളത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസമാണ്. അത് റൈറ്റ് എഡ്യൂക്കേഷനാണ്. എന്നാൽ അത് 3 മുതൽ 18 വരെ ആക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10+2+3 എന്നുള്ളതാണ് നിലവിലെ സിസ്റ്റമെങ്കിൽ 5+3+3+4 എന്നുള്ള ക്രമത്തിലേക്ക് അതിനെ മാറ്റുന്നു, ആ ചട്ടം മാറ്റുന്നു എന്നുള്ളത് ഒരു പുതുമയുള്ള വിഷയമാണ്. മാത്രവുമല്ല, കരിക്കുലം, കോ കരിക്കുലം, എക്സ്ട്രാ കരിക്കുലം എന്നീ വ്യത്യാസങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു. പാഠ്യഭാഗങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നൊക്കെ. അത്തരം വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഷയങ്ങളെയും ഈ കരിക്കുലവുമായിട്ട് സമന്വയിപ്പിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മെൻ എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വിവേകാനന്ദൻ പറയുന്നത്. നമ്മൾ പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല, ഉള്ള കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ്, ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, സർവതോമുഖമായ വികാസമാണ് വിദ്യാഭ്യാസമെങ്കിൽ അത് സാക്ഷാത്കരിക്കത്തക്ക രൂപത്തിൽ ഈ കരിക്കുലം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഇൻ്റഗ്രേറ്റഡ് ലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് NEP 2020 വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്
എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ തലത്തിലെ മൂല്യനിർണ്ണയം ഇനി ഉണ്ടാവുക വിദ്യാർത്ഥികളുടെ അവരുടെ സമഗ്രമായ വികസനം മുൻനിർത്തിക്കൊണ്ടാണ്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതും വളരെ പോസിറ്റീവാണ്. ഇതുവരെയുള്ള ഡിഗ്രി 3 വർഷമാണെങ്കിൽ ഡിഗ്രി 4 വർഷമാക്കുന്നു. ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും തൊഴിലധിഷ്ഠിത സർട്ടിഫിക്കറ്റുകൾ നൽകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പൂർത്തിയാക്കിയാൽ റിസർച്ച് ക്വാളിഫിക്കേഷൻ ആവും കൊടുക്കുക എന്നുള്ളൊരു പുതുമ അതിലുണ്ട്. 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. 2 വർഷമാണെങ്കിൽ അത് ഡിപ്ലോമയായി കൊടുക്കുന്നു. 3-ാമത്തെ വർഷം ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. 4 വർഷം ഒരാൾ പൂർത്തീകരിക്കുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രി എന്നുള്ള തലത്തിൽ അത് കൊടുക്കുന്നു. അപ്പോൾ ബിരുദം 4 വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കോഴ്സ് പൂർത്തീകരിക്കാനുള്ള ഫ്രീഡം അവിടെ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഈ കോഴ്സ് പൂർത്തീകരിക്കുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു പോവാൻ എക്സിറ്റ് ഓപ്ഷൻ കൂടി കൊടുക്കുന്നു എന്നുള്ള ഒരു സവിശേഷതയുണ്ട്. പിന്നെ ഗവേഷണ സംബന്ധിയായിരിക്കും 4-ാമത്തെ വർഷത്തെ ബിരുദം എന്നുള്ളതും അവിടെ പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ്. അപ്പം 3 വർഷമുള്ള 4 വർഷമാകുന്നു. എന്നാൽ ഈ 4 വർഷം പൂർത്തീകരിച്ച ഒരാൾക്ക് 1 വർഷം കൊണ്ട് PG എടുക്കാം എന്നുള്ളത് കൊണ്ട് തത്വത്തിൽ വർഷങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് എണ്ണാവുന്നതാണ്. പിന്നെ വിദ്യാഭ്യാസത്തെ തൊഴിലുമായി കണ്ണിചേർക്കുന്നു എന്നുള്ളത് അവിടെ എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. അതും പോസിറ്റീവാണ്. മഹാത്മാഗാന്ധി പോലും പറയുന്നുണ്ട്, നമ്മൾ അക്ഷരം പഠിക്കുന്ന സമയത്ത് തന്നെ, ചരിത്രം പഠിക്കുന്ന സമയത്ത് തന്നെ, സ്കൂൾ വിദ്യാഭ്യാസം നടക്കുമ്പോൾ തന്നെ പുറത്തേക്കിറങ്ങിയാൽ തനിക്കൊരു ജോലി കൂടി സ്വന്തമായി ചെയ്യുവാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ടാവേണ്ടതാണ്. അമേരിക്കയിലെ ഒരു സംസ്കാരവുമായി ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ശൂതുന്നിയും അല്ലാത്ത ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന സെൽഫ് സഫിഷ്യൻ്റായ അമേരിക്കൻ വിദ്യാർത്ഥികളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്നുള്ള ഒരു ഹെഡിങ്ങിൽ അദ്ദേഹം ഇത് വിശദമായി പറയുന്നുണ്ട്. എന്നതുപോലെ NEP വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലിന് കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനേക്കാളൊക്കെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കും. അത് വളരെ ശ്ലാഘനീയമാണ്. കോത്താരി കമ്മീഷൻ മുതൽ എല്ലാ കമ്മീഷനും പറയുന്നതാണ് 6% വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നീക്കിവെക്കണം GDP-യുടേത്. പക്ഷേ അതൊന്നും ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, നീക്കിവെക്കാൻ പറ്റിയിട്ടില്ല. 4% അപ്പുറത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ 6% നിർബന്ധമായും കൊടുക്കും എന്ന് NEP 2020 പറയുന്നുവെങ്കിൽ അതും പോസിറ്റീവാണ് എന്ന് പറയേണ്ടി വരും. അതേപോലെ ശാസ്ത്രവും മാനവിക വിഷയങ്ങളും തമ്മിൽ ഇന്ന് അജഗജാന്തരമുണ്ട്. ശാസ്ത്ര വിഷയങ്ങൾക്കുള്ള ഒരു പ്രാമുഖ്യം, അതേപോലെ തന്നെ മാനവിക വിഷയങ്ങൾക്കുള്ള ഒരു നെഗ്ലിജൻസ്. ഇതിൻ്റെ ഈ ഒരു അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് ആ ഒരു വേർതിരിവ് റദ്ദാക്കാനുള്ള ഒരു ശ്രമം കൂടി NEP-യിൽ ആഹ്വാനം ചെയ്യുന്നതിനെയും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടി വരും. ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം നജ്മ അക്തർ എന്ന് പറയുന്ന ജാമിയയിലെ വൈസ് ചാൻസലർ പൊതുവിദ്യാഭ്യാസ രംഗത്ത് തകർപ്പൻ ആശയങ്ങളാണ് NEP എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദോഷമായിട്ട് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി പറയുമ്പോൾ തന്നെ ഒരുപാട് ആശങ്കകൾ കൂടി നമ്മുടെ മുമ്പിലുണ്ട്. കേൾക്കാൻ സുഖമുള്ള പ്രഖ്യാപനങ്ങളിൽ പൊതിഞ്ഞ പരിഷ്കാരങ്ങളാണ് പലതും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളും പോളിസികളും അവ്യക്തമാണ്. അത് ട്രാൻസ്പെറൻ്റ് അല്ല, അത് സുതാര്യമല്ല. ഉള്ളടക്കത്തെ മാത്രം വിലയിരുത്തിയാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് ഈ ഒരു ഭരണകൂടം നടത്തുന്ന രാഷ്ട്രീയവും വിദ്യാഭ്യാസവും സൈദ്ധാന്തികവും അഡ്മിനിസ്ട്രേറ്റീവ് വീക്ഷണകോണുകളിലൂടെ ഒക്കെ നിന്ന് സമഗ്ര വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ മാത്രമാണ് NEP എന്തെങ്കിലും ഒളി അജണ്ടകൾ ഉണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയം വരുന്നത്. അപ്പോൾ ഒരു ആംഗിളിലൂടെ മാത്രം കാണാതെ ഈ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസ സൈദ്ധാന്തിക അഡ്മിനിസ്ട്രേറ്റീവ് കോണുകളിൽ നിന്നുകൊണ്ട് ഇതിനെ കാണണമെന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അഭിപ്രായപ്പെടുന്നത്. കാരണം 2014 മുതൽ
മോദി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികളും അല്ലെങ്കിൽ അവരുടെ സമീപനങ്ങളുടെയും തുടർച്ചയാണ് ഇത് എന്നുള്ള നിലക്ക് കണ്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതൊരു ഭയാനകമായ ഒരു അവസ്ഥയായിട്ടാണ് പറയപ്പെടുന്നത്. NEP നയരൂപീകരണ രീതിയിലും അതിൻ്റെ നടപടിക്രമങ്ങളിലും വ്യക്തതയില്ലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം സർക്കാരിന് കൃത്യമായ ഹിഡൻ അജണ്ടകളുണ്ട്. ആ ഹിഡൻ അജണ്ട സാക്ഷാത്കരിക്കത്തക്ക രൂപത്തിൽ കമ്മീഷനുകളെ നിയമിച്ചു എന്നുള്ളൊരു ആക്ഷേപം നിലവിലുണ്ട്. 2015 ഒക്ടോബറിൽ TSR സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു 4 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തിന്? എഡ്യൂക്കേഷൻ പോളിസിയുടെ രൂപീകരണത്തിന്. 2016 ഏപ്രിൽ 30 ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. TSR സുബ്രഹ്മണ്യത്തിന്റെ കമ്മീഷൻ. പക്ഷേ ഗവൺമെന്റ് അത് സ്വീകരിച്ചു. പക്ഷെ അത് ഫ്രീസറിൽ വെച്ചു, മരവിപ്പിച്ചു. കാരണം അത് ഫെഡറൽ സംവിധാനത്തെ സംബന്ധിച്ചൊക്കെ ശക്തമായി പറയുന്ന ഒരു നയമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതൊക്കെ പലതും മോദി ഗവൺമെന്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അതിനെ ഫ്രീസറിൽ വെക്കുകയും തുടർന്ന് മുന്നോട്ട് പോകുന്നതിൽ അത് തടസ്സമാണെന്ന് കരുതിക്കൊണ്ട് അതവിടെ തന്നെ മരവിപ്പിച്ചു വെച്ചു എന്നുള്ളത് പ്രശ്നമാണ്. 2017 ഡിസംബർ 27 ഡോക്ടർ K. കസ്തൂരിരംഗൻ നേതൃത്വം കൊടുക്കുന്ന 8 അംഗ സമിതിയെ അങ്ങനെയാണ് നിയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 485 പേജുള്ള റിപ്പോർട്ട് 2019 മെയ് 31 അവർ ചർച്ചക്കായി വെച്ചു. കസ്തൂരിരംഗൻ കൊണ്ടുവരുന്ന ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? അവർ മുന്നോട്ട് വെച്ചു, എന്നിട്ട് അത് ചർച്ചയ്ക്ക് വെച്ചു. പക്ഷേ ഇനി എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞെങ്കിലും 2 ലക്ഷത്തിലധികം നിർദ്ദേശങ്ങൾ വന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ 2 ലക്ഷത്തിലധികം നിർദ്ദേശങ്ങൾ ഏത് മാനദണ്ഡത്തിലാണ് പരിശോധന നടത്തി പരിഗണിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. അപ്പോൾ 485 പേജുള്ള ഒരു NEP അത് 2 ലക്ഷം ഈ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് വന്നപ്പോൾ അത് കുറഞ്ഞു പോയതാണ്, വളരെ കുറഞ്ഞു വന്ന. ഈ 64 പേജിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ചുരുങ്ങിപ്പോയി. സുബ്രഹ്മണ്യത്തിന്റെ പല നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ട്രാൻസ്പെറന്റ് അല്ല, എന്തൊക്കെ ഉൾപ്പെടുത്തി, എന്തൊക്കെയാണ് ഒഴിവാക്കിയത് എന്നൊരിക്കലും ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് നയരേഖയിലെ നിർദ്ദേശങ്ങളിലേക്കും ആശയങ്ങളിലേക്കും എത്തിപ്പെടാൻ കസ്തൂരിരംഗൻ കമ്മിറ്റി സ്വീകരിച്ച പ്രോസസ്സിങ്ങിന്റെ രീതിശാസ്ത്രം എന്താണ് എന്നൊന്നും അവർ വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് ഈ ഒരു പോളിസിയിൽ ഒളി അജണ്ടയുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ട്. ഇപ്പൊ ദേശീയ പ്രാധാന്യമുള്ള ഒരു നയരേഖയാണല്ലോ ഇത്. 34 വർഷത്തിന് ശേഷം വരുന്നതാണ്. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ വിദ്യാഭ്യാസമാണ്. ഒരു നാടിന്റെ വികാസം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ക്യാച്ച് ദം യങ്, ഒരു സമൂഹത്തെ പിടിക്കണമെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു NEPയെ ഈ കൊറോണ കാലഘട്ടത്തിൽ അതിനെ സ്വീകരിച്ച അല്ലെങ്കിൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെക്കാതെയാണ് ഈ പോളിസി മന്ത്രിസഭ പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചില്ല. നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്, അതിനെ മാറ്റി നിർത്തി. ഒരുപാട് സംവാദങ്ങൾ, ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ഭേദഗതികൾക്ക് ശേഷം നടപ്പിലാക്കുന്നതാണ് നേരത്തെ ഉള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴ്വഴക്കമെങ്കിൽ അത് മുഴുവനായിട്ടും എന്ത് ചെയ്തു? ഈ കോവിഡ് കാലഘട്ടത്തിൽ പെട്ടെന്ന് ചുട്ടെടുത്തു എന്നുള്ളതാണ് ഒരു പ്രശ്നം. കൊട്ടാരി കമ്മീഷനൊക്കെ വരുന്ന സമയത്ത് അമേരിക്ക, ബ്രിട്ടൻ, റഷ്യ, യുനെസ്കോ തുടങ്ങിയിട്ടുള്ള ഏജൻസികളിലെയും രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, അക്കാഡമിഷ്യന്മാർ, ബുദ്ധിജീവികൾ ഇവരുമായി സംസാരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത് പിന്നീട് ചർച്ചയ്ക്ക് പാർലമെന്റിൽ വെക്കുകയും ഒരുപാട് അമെൻമെന്റുകൾക്ക് ശേഷം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം. കാരണം ഇതൊരു ഫെഡറൽ സെറ്റപ്പിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസത്തെ പറ്റി പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ കേന്ദ്ര ഗവൺമെന്റുമുള്ള ഒരു മ്യൂച്വൽ കോണ്ടാക്ട് അതിലുണ്ട്. പക്ഷെ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ്
കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള തുല്യാവകാശം 1976 ഭേദഗതി പ്രകാരം 42ാം ഭേദഗതിയായി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിനെ മുച്ചൂടും അവഗണിച്ചുകൊണ്ട് സ്റ്റേറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കുന്ന ആശയങ്ങൾ പറയുന്ന ആശയങ്ങൾ നടപ്പിലാക്കുകയും പണം ചെലവഴിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഭാഗമാക്കി അവരെ ഒതുക്കി നിർത്തിയതാണ്. നേരത്തെ പറഞ്ഞു 3-ാം വയസ്സ് മുതൽ 18ാം വയസ്സ് വരെ എന്നുള്ളത് വിദ്യാഭ്യാസം ആകുമ്പോൾ അതൊക്കെ നടപ്പിലാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഒരുപാട് സേവന വേതന വ്യവസ്ഥകൾ അവരുണ്ടാക്കണം, നിയമങ്ങൾ ഉണ്ടാക്കണം, ഫണ്ട് അവർ ചെലവഴിക്കണം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു പരാജയമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഇതിൽ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അതിൻ്റെ അഫിലിയേറ്റഡ് സംഘടനകളൊക്കെ പബ്ലിക്കായി പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. RSS പറയുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് NEP-യിൽ വന്നത്. 2018 പ്രൈം മിനിസ്റ്റർ പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ നിർദ്ദേശിച്ചതാണ് വന്നത് എന്ന് ഭാരതീയ ശിക്ഷൻ മണ്ഡൽ പറയുന്നു. തങ്ങൾ നിർദ്ദേശിച്ച 80% സമിതി അംഗീകരിച്ചു എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതാവ് ബാലാമുകുന്ദ് പാണ്ഡെ പറയുന്നു. 2016 RSS സംഘടന ശിക്ഷ സംസ്കൃതി ഉത്തന്യാസ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തതൊക്കെയാണ് ഇതുവരെയായിട്ട് വന്നത് എന്ന് വേറൊരു ടീം പറയുന്നു. മാനവ വിഭവശേഷി മന്ത്രാലയത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പുനർനാമകരണം ചെയ്തത് ഞങ്ങളാണ്. രാഷ്ട്രീയ ശിക്ഷാ ആയോഗ് ഞങ്ങളുടെ സംഭാവനയാണ്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയമാണ്. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ് എന്ന് സംഘപരിവാറിന്റെ സാംസ്കാരിക സംഘടനകളും വിദ്യാഭ്യാസ സമിതികളുമൊക്കെ നിരന്തരമായിട്ട് പത്രസമ്മേളനത്തിലൂടെയും പത്രക്കുറിപ്പിലൂടെയും പറയുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതൊരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നു. പാർലമെന്റിൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ടുന്ന, സെമിനാറുകളിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് തന്നെയാണ് എന്ന് അവർ പറയുമ്പോൾ നേരത്തെ നമ്മൾ സംശയിച്ചതിനെ ബലപ്പെടുത്തുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മതേതരത്വവും ജനാധിപത്യവും ഈ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് വലിയ പങ്ക് വഹിച്ചതാണ്. വിദ്യാഭ്യാസത്തിൽ വലിയ പങ്ക് അതിനുണ്ട്. അതാണ് ഒരു രാജ്യത്തിന്റെ സമഗ്രമായ പുരോഗതി എന്ന് പറയുന്നത്. മതേതരത്വം, ജനാധിപത്യം, ഫെഡറലിസം തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ NEP-യിൽ സെക്യുലറിസം എന്നുള്ള വാക്കില്ല. ഭരണഘടനാ മൂല്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മതേതരത്വം എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യം പോലും പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളത് അപകടകരമാണ്. ഫെഡറൽ സംവിധാനത്തെ തകർത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നഴ്സറി മുതൽ PG വരെയുള്ള മുഴുവൻ മേഖലകളിലും കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരു ഏജൻസിയായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ അവർ കാണുന്നു എന്നുള്ളതും ഒരു പ്രശ്നമാണ്. സ്റ്റേറ്റിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തെ അടർത്തി മാറ്റിയിട്ട് കരിക്കുലം പരിഷ്കരിച്ച് ടെക്സ്റ്റ് ബുക്കിലൂടെ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശം അവരുടെ ഒരു അജണ്ടയായി നമുക്ക് തോന്നുകയാണ്. ഇപ്പൊ കൊറോണ കാലഘട്ടത്തിൽ ടെക്സ്റ്റ് ബുക്കിന്റെ കനം കുറക്കണം എന്ന് CBSE തീരുമാനിച്ചു. പക്ഷേ അതിനുവേണ്ടി അവർ ഒഴിവാക്കിയത് എന്തൊക്കെയാണ്? ഒഴിവാക്കിയത് ഫെഡറലിസം, സെക്യുലറിസം, ഡെമോക്രസി എന്നുള്ളതൊന്നും ഇനി പഠിക്കേണ്ടതില്ല എന്നുള്ള ധാരണയാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നമാണ്. നാഷണൽ ലെവൽ എൻട്രൻസ് നടത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള മറ്റുള്ള മേഖലയൊക്കെ എൻട്രൻസ് പരീക്ഷ നടപ്പിലാക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിൻ്റെ ഒരു പിടുത്തം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നീറ്റ് പരീക്ഷ പോലും അംഗീകരിക്കാത്ത തമിഴ്നാടിനെ പോലുള്ള ഒരു സ്റ്റേറ്റ് നിലനിൽക്കുന്നു. നവോദയ വിദ്യാഭ്യാസത്തെ അംഗീകരിക്കാത്ത, അവർക്ക് ഹിന്ദി പഠിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചത് നടപ്പിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്റ്റേറ്റ് പോലും നിലനിൽക്കുന്നു. ഈ നീറ്റുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു. കാരണം ഡൈവേഴ്സിറ്റിയാണ്, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ഡൈവേഴ്സിറ്റി, വൈവിധ്യമാണ് അതിന്റെ പ്രത്യേകത. ഈ വൈവിധ്യത്തെ അംഗീകരിക്കാതെ നാഷണൽ ലെവലിൽ വരുന്ന എൻട്രൻസ് പരീക്ഷകളിലൂടെ വ്യത്യസ്ത സംസ്കാരവും വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക വൈജാത്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒരേ രൂപത്തിൽ തന്നെ ഇതിനോട് പ്രതികരിക്കണം എന്നുള്ള രീതിയെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഈ നിലക്ക് കേസുമായി പോകുന്നത്.
അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് സത്യത്തിൽ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒരുപാട് വിഷയമുണ്ട്, ഗവേഷണവുമായി ബന്ധപ്പെട്ട വിഷയം. റിസർച്ച് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ റിസർച്ച് പൂർണ്ണമായും ദേശീയ താല്പര്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് NEP ശക്തമായി പറയുന്നു. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ റിസർച്ച്, എന്താണ് ദേശീയ താല്പര്യം എന്ന് ഭരണകൂടം എന്താണോ പറയുന്നത് അത് തന്നെ ആയിരിക്കും സത്യത്തിൽ എന്തുണ്ടാവുക. ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും ശക്തമായ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. കോൺഗ്രസിൻ്റെയും ഒക്കെ ആ ആശയം, രണ്ടുപേരും ഒരേ മാനസികാവസ്ഥയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു റിസർച്ച് നടത്താൻ ശ്രമിച്ചാൽ അതിനെ അംഗീകരിക്കുമോ? ദേശീയ താല്പര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉദാഹരണമായി ഗവേഷണ മേഖല മുരടിച്ചു പോകും, ഗവേഷകരുടെ ഗുണനിലവാരം കുറഞ്ഞു പോകും, ദളിതരെ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹിക വിഭാഗങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെടും, വിദ്യാഭ്യാസ രംഗത്ത് സവർണാധിപത്യം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആശയങ്ങളുടെയും അറിവിൻ്റെയും പ്രായോഗിക മികവ് പരിശോധിക്കുമ്പോൾ റിപ്പോർട്ട് കാർഡിൽ സഹവിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ കൂടി ഉൾപ്പെടുത്തണം എന്ന് NEP ശഠിക്കുമ്പോൾ ചില ഇൻ്റർഫിയറൻസുകൾ, ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു ആങ്സൈറ്റി സത്യത്തിൽ ഈ ഗവേഷണ മേഖലയിൽ ഉണ്ട് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. ഇനി സ്വകാര്യവൽക്കരണം, അതാണ് ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്, നല്ല ഭാഷയാണ്, ഒറ്റയടിക്ക് കണ്ടാൽ ഒരുപാട് മെറിറ്റുകൾ നമുക്ക് പറയാനൊക്കെ കഴിയും. പക്ഷേ അതിൻ്റെ ഉള്ളോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഉദാഹരണമായിട്ട് എഡ്യൂക്കേഷൻ ഈസ് എ പബ്ലിക് ഗുഡ്, വിദ്യാഭ്യാസം പബ്ലിക് ഗുഡാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ പോസിറ്റീവാണത്. ദ പബ്ലിക് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ വൈബ്രന്റ് ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്നൊക്കെ മൗലികമായി പറയുമ്പോൾ തന്നെ, ഒരു ഭാഗത്ത് അത് പറയുമ്പോൾ തന്നെ പരമാവധി സ്വകാര്യ മേഖലക്ക് തീരെഴുതി കൊടുക്കുന്നു എന്നുള്ളൊരു കോൺട്രഡിക്ടറി, ഒരു പാരഡോക്സ്, ഒരു വിരോധാഭാസം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഫിലാന്ത്രോപ്പിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അതിനെ ഒരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നു, എന്നാൽ ആളുകൾ ഉദാരമായി സംഭാവന ചെയ്യും, അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നൊക്കെ ഒരു ഭാഗത്ത് പറയും. അതുകൊണ്ടാണ് ഈ സ്വകാര്യവൽക്കരണത്തെ അതിന് ആക്കം കൂട്ടുന്ന രീതിയാണ്. ഇപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് യഥേഷ്ടം അനുമതി നൽകുന്നു എന്നുള്ളത് കോളേജിനും കുട്ടികൾക്കൊക്കെ നല്ലതാണ്, ഒറ്റയടിക്ക് നല്ലതാണ്. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു BPL ആധിക്യമുള്ള രാജ്യത്ത് അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇപ്പോൾ ഓൺലൈൻ തുടങ്ങുന്നു എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഓൺലൈൻ എത്രമാത്രം സക്സസ് ആയിരുന്നു എന്നുള്ളത് വർത്തമാന പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ഒരു NEP ആണ്. ഇന്ത്യയുടെ വ്യത്യസ്തങ്ങൾ, വൈവിധ്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു വ്യത്യാസങ്ങൾ ഇതൊക്കെ തന്നെ വേണ്ടത്ര രൂപത്തിൽ പരിഗണിക്കാതെയുള്ളതാണ് എന്നുള്ള സംശയം ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ ഈയിടെയായിട്ട് നിരവധി സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് മോദി ഗവൺമെന്റ് അംഗീകാരം കൊടുത്തു. അവരൊക്കെ മാധ്യമങ്ങളിൽ വൻതോതിൽ വൻതുക പരസ്യം നൽകിക്കൊണ്ടാണ് അവർ കുട്ടികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടക്ക് നിർധന കുട്ടികളുടെ പഠനകാര്യത്തിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക? വലിയ പൈസ മുടക്കിയിട്ട് പരസ്യം കൊടുത്തിട്ട് കുട്ടികളെ ക്ഷണിക്കുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസം ഉദാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സംവരണത്തെപ്പറ്റി, റിസർവേഷനെ പറ്റി ഒരക്ഷരം പോലും അതിൽ പറയുന്നില്ല എന്നുള്ളതും നമ്മൾ സന്ദർഭോചിതമായി കൂട്ടി വായിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇനി ഭാഷാ നയമൊക്കെ വളരെ വലിയതാണ്, കൺഫ്യൂഷനാണ്. സ്കൂളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സംസ്കൃതത്തിനൊക്കെ കൊടുക്കുന്ന പ്രാമുഖ്യം, അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പലരും സംശയിക്കുന്നു. കാരണം 24,850 പേരാണ് 135 കോടി ജനങ്ങളിൽ ഈ സംസ്കൃതം സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. സംസാര ഭാഷ 1,00,000 താഴെയാണ് ഇന്ത്യയിൽ ഒട്ടുക്കമുള്ളത്. സംസ്കൃതം വേദഭാഷയാണ്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ഇതിഹാസങ്ങൾ ഇതൊക്കെ ഈ സംസ്കൃത ഭാഷയാണ്. വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഭാഷയാണ്, സംശയമല്ല. പക്ഷേ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്, അതെല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ളത് മതേതര സ്വഭാവത്തിന് ഇളക്കം തട്ടുന്നു.
ഭാഷാ പഠനത്തിനപ്പുറത്ത് സമൂഹത്തിന്റെ സംസ്കൃതവൽക്കരണത്തിലേക്ക് ഭരണകൂടം പോകുന്നതിന്റെ സൂചന അതിൽ കാണാൻ സാധിക്കുന്നു. അധസ്ഥിതരെ അടിച്ചമർത്തി സവർണ മേധാവിത്വം ഉറപ്പിക്കാനുള്ള തന്ത്രം അതിലുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം സ്കൂൾ പദ്ധതിയിൽ, പാഠ്യപദ്ധതിയിൽ ഇപ്പോൾ തന്നെ സംസ്കൃതത്തിന് നിലവിൽ നല്ല സ്ഥാനം നിലനിൽക്കെ എന്ത് ചെയ്യുന്നു, ഇത്തരം വിഷയങ്ങൾ ശക്തമായി പറയും. 27 പ്രാവശ്യം NEP-യിൽ ഈ ഒരു സംസ്കൃതം എന്നുള്ള ഭാഷയെ പറ്റിയിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഭാഗത്ത് ഇന്റർനാഷണലൈസേഷനെ പറ്റി പറയും, അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ഇന്ത്യനൈസേഷനെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ള ഒരു പാരഡോക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചില ഉത്കണ്ഠകൾ അതാണ്. ഒന്ന്, ജനാധിപത്യ വിരുദ്ധമായി, പിന്നെ പുരാണ മിത്തുകളെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ചില മിത്തുകളുണ്ട്, പുരാണ മിത്തുകൾ, ആ മിത്തുകളാണ് നമ്മൾ വായിക്കുന്നു. ഇന്ത്യയുടെ പാരമ്പര്യം, പൈതൃകം, പൗരാണിക സംസ്കാരം തുടങ്ങിയവർക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതിലൂടെ ഒരു ബ്രാഹ്മണിക്കൽ വിദ്യാഭ്യാസത്തിന്റെ പുനരുജ്ജീവനം അവർ ലക്ഷ്യം നോക്കുന്നത്. അതാണ് ഒരു ഭാഗത്ത് ഇന്ത്യനൈസേഷൻ. അതിന്റെ ഏറ്റവും മുന്നിൽ നളന്ദയെ പറ്റിയും തക്ഷശില, വിക്രമശില, വളതി തുടങ്ങിയ സർവകലാശാലയെ പറ്റി NEP പറയുന്നു. ചരകൻ, സുശ്രുതൻ, ആര്യഭട്ടൻ, പതഞ്ജലി, പാണിനി, ഭാസ്കരൻ, ചാണക്യൻ എന്നിവരെ പറ്റി ഊന്നി പറയുന്നു. പുഷ്പക വിമാനം നമ്മൾ വായിച്ച് രസിച്ചതാണ്. രാമായണവും മഹാഭാരതവും വായിച്ചാൽ നമുക്ക് നിലത്തു വെക്കാൻ കഴിയില്ല, അത്രമാത്രം ഇമ്പമുള്ളതാണ്. പക്ഷെ അത് മിത്തുകളാണ്, വായിച്ച് ഹരം കൊള്ളേണ്ടതാണ്. എന്നാൽ പുഷ്പക വിമാനത്തെ പറ്റി സംസാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, വിമാനം, അത് റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തുന്നതിന് മുമ്പേ ഇവിടെ അതുണ്ടായിരുന്നു എന്ന് പറയാൻ ശ്രമിക്കുകയും അതൊരു വിദ്യാഭ്യാസ പോളിസി ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ പറ്റി പറയുമ്പോൾ അതൊരു ശാസ്ത്രമാണ്. പക്ഷേ നമ്മൾ ഗാന്ധാരിയെ പറ്റി പഠിക്കുന്നു, 100 പിന്നെ മക്കളുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരിയെ പറ്റി. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. പക്ഷേ അവർക്കുണ്ടായ മക്കൾ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പം മിത്തിനെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഒരു പ്രശ്നമാണ്. 7000 വർഷങ്ങൾക്ക് മുമ്പ് ഗൃഹാന്തര വിമാനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു തെറ്റാണ്. പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന ഒരു അവസ്ഥയെപ്പറ്റി പറയുവാൻ വേണ്ടി ഗണപതിയുടെ മൂക്കുമുറിഞ്ഞതിനെ പറ്റി പറയുമ്പോൾ അത് ഒരു മിത്താണ്, അത് രസകരമാണ്. ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞ വാർമൂങ്കൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും, പതിയോടൊരിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ച് രസിച്ചതാണ്. പക്ഷേ ആ മിത്തിനെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി അതിന് ആക്കം കൂട്ടുന്ന രൂപത്തിലേക്ക് ഈ ഒരു NEP-യെ മാറ്റുന്നു എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്റർനാഷണലൈസേഷനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ശക്തമായി നിലകൊള്ളുന്നത് ഇന്ത്യനൈസേഷന് വേണ്ടിയാണ് എന്നുള്ള ഒരു പാരഡോക്സ് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയ സർക്കാരിനെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ഈ സമൂഹത്തിലുണ്ടായ മാറ്റത്തെ, ഈ സഡൻ ചേഞ്ചസിനെ അല്ലെങ്കിൽ ഈ നോളജ് എക്സ്പ്ലോഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വേണ്ടതാണ്. പക്ഷേ അതിൽ ഒളിയജണ്ടകളുണ്ടോ? ഒരു സമൂഹത്തിന്റെ ഉത്ഥാനത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി, അതിൽ ഒരു ഒളിയജണ്ട ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ ഒരു ചർച്ചയുമില്ലാതെ പെട്ടെന്ന് ചുട്ടെടുക്കേണ്ടുന്ന ഒന്നായിരുന്നില്ല നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ്. ഇനി ഓരോ സന്ദർഭങ്ങളിലാണ് എന്തൊക്കെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് അതിന് ശേഷമാണ് നമുക്ക് കാര്യമായിട്ട് പറയാൻ സാധിക്കുക. ഏതായാലും ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ചില കൺസേൺസ്, ചില ഉത്കണ്ഠകൾ, ചില ആങ്സൈറ്റീസ് നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കൃത്യമായ ചർച്ചകളും ഗവേഷണങ്ങളും സെമിനാറുകളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് അതിനെ ഇഴപിരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും ഇനവിറ്റബിൾ ആയിട്ടുള്ള വിദ്യാഭ്യാസത്തെ, ആ ഒരു പോളിസിയെ ആ നിലക്ക് കാണുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.
അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് റാഫി പേരാമ്പ്ര. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ഉന്നതതല വിദ്യാഭ്യാസ മേഖലകളിൽ വൻതോതിലുള്ള പരിവർത്തനങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും വഴിയൊരുക്കിക്കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഈ നയം രൂപപ്പെട്ടിട്ടുള്ളത്. മുൻ ISRO ചെയർമാനായ ജി കസ്തൂരി രംഗൻ കമ്മീഷണറായി നിയമിച്ചുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ളത്. ഏകദേശം 34 വർഷം പഴക്കമുള്ള 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തെ പുനർക്രമീകരിച്ചുകൊണ്ടാണ് ഈ നൂറ്റാണ്ടിലെ ആദ്യ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നിരിക്കുന്നത്. 2020 തുടങ്ങി 20 വർഷമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിലേറെ വർഷമെടുത്തുകൊണ്ട് പൂർത്തീകരിക്കുന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഒറ്റ വായനയിലും അല്ലെങ്കിൽ ആലോചനയിലും ഒരുപാട് പ്രത്യേകതകളും പ്രത്യാശകളും നൽകുന്ന ഭാഗങ്ങൾ ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ നിയമത്തിലുണ്ട്. പക്ഷേ അതിനെ ആധികാരികമായി വിലയിരുത്തപ്പെടുമ്പോൾ നിരവധി വിമർശനങ്ങളും അതേപോലെയുള്ള നിരവധി ആശങ്കകളും ഈ ബില്ലിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ്. ഫെഡറൽ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന രീതിശാസ്ത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ BJPയുടെ പ്രഖ്യാപിത നയങ്ങളിൽപ്പെട്ടതാണ് ഏകീകൃതമായ ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പാസ്സാക്കപ്പെടുന്ന പല ബില്ലുകൾക്കും വേഗത കൂടുകയും അത് വേണ്ട വിധത്തിൽ ആലോചിക്കാതെയും ചർച്ച ചെയ്യാതെയും പാസ്സാക്കിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് കണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിമർശനം മൂന്നാമത്തെ വയസ്സ് മുതൽ 18ാമത്തെ വയസ്സുവരെ നിർബന്ധ അല്ലെങ്കിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന ഈ വിദ്യാഭ്യാസ നയം നമ്മുടെ നിലവിലുള്ള പശ്ചാത്തലത്തിൽ എത്രമാത്രം ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ നയത്തിൽ തന്നെ എത്രമാത്രം പ്രായോഗികമാകുന്നുണ്ട് എന്ന് ആലോചിക്കാതെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യപ്പെടാതെ പാസ്സാക്കിയെടുത്ത ഈ ബില്ലിൻ്റെ 80% സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് സംഘപരിവാര ശക്തികൾ തന്നെ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉന്നയിച്ച 80% ആശയങ്ങളും ഇന്നത്തെ ഈ വിദ്യാഭ്യാസ നയം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് RSS ഈ നിയമത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് അതിൻ്റേതായ ഒരു പ്രാതിനിധ്യമുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടിക്കാരോ മുതിർന്ന രാഷ്ട്രീയ പാർട്ടിയോ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടും RSSൻ്റെ അജണ്ടയെ ഭാവി തലമുറയ്ക്ക് കൈമാറുന്ന തരത്തിലുമാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ മാത്രമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള വാണിജ്യവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും ഉതകുന്ന രൂപത്തിലുള്ള
ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അടിസ്ഥാന ശാസ്ത്രപരമായ വിഷയങ്ങളോ മാനവ വിഷയങ്ങളോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതെ ഒരു തരത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഫെഡറൽ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന പലതും ഈ ബില്ലിലുണ്ട്. ഫെഡറൽ ശൈലിയിൽ നിന്ന് മതനിരപേക്ഷതയും മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകരാറിലാക്കുന്ന രൂപത്തിലുള്ള വർഗീയവൽക്കരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാകാൻ പോകുന്നതാണ് ഈ വിദ്യാഭ്യാസ നയം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഘട്ടങ്ങളായി പല വിധത്തിലുള്ള ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വാണിജ്യവൽക്കരണത്തിലൂടെ കൂടുതലും ഇതിൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മേന്മയായി എടുത്തു പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എവിടെ ജോലി ചെയ്യണം എന്ന ഒരു ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാതെ നമ്മുടെ സർക്കാരുകൾ കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യാന്ത്രികമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഇതിൻ്റെ സിലബസിലും ഇതിൻ്റെ കരിക്കുലത്തിലും ഇതിൻ്റെ പാഠ്യപദ്ധതിയിലുമെല്ലാം ഉണ്ട്. നമ്മുടെ നാട് ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ്. ആ വൈവിധ്യമാർന്ന പ്രദേശത്തിന് പ്രാദേശികമായ സംസ്കാരങ്ങളുണ്ട്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും രീതികളുമുണ്ട്. എന്നാൽ ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ അധികാരം എടുത്തു കളയുന്നതോടുകൂടെ പൂർണ്ണമായും ഏകമായ ഒന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏകശിലാത്മകമായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു ഏകീകൃത സിലബസ് എന്ന് പറയുന്നത് ഇന്ന് തന്നെ നമുക്കറിയാം, വർത്തമാനകാല ഇന്ത്യയിൽ തന്നെ ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയിട്ടുള്ള നിരവധി ആളുകളുടെ ചരിത്രങ്ങൾ എടുത്തു മാറ്റപ്പെടുകയും അവരൊക്കെയും വേറെ ഒരു തരത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികളെ പിന്നീട് വായിക്കപ്പെടുന്ന ചരിത്രത്തിൽ മറ്റു പലരുമായും ഈ രാജ്യത്തെ ഒരു വിരുദ്ധ ശക്തികളായി ചിത്രീകരിക്കപ്പെടുന്ന രൂപത്തിലുള്ള പാഠ്യപദ്ധതികളടക്കം ഇതിലേക്ക് വരുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ഇത്തരത്തിലുള്ള അജണ്ടകൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ബോധത്തെ ഇല്ലാതാക്കുന്ന ഒരു തരം. അതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല, ജനാധിപത്യപരമായ ചർച്ചകൾ പാടില്ല, മറ്റൊരു രൂപത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ പാടില്ല. ഇത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ, ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുയർന്നു വന്നിരുന്നത് ക്യാമ്പസുകളിൽ നിന്നായിരുന്നു. എന്നാൽ ആ ക്യാമ്പസുകളെ അടിച്ചൊതുക്കുന്ന രൂപത്തിൽ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും പറയാൻ പാടില്ലാതെ കേവലം പഠനം മാത്രം നടത്തുന്നവരായി നമ്മുടെ വിദ്യാർത്ഥി സമൂഹം മാറണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരുതരം തേൻ പുരട്ടിയ പാഷാണം പോലെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നതാണ് വിദ്യാഭ്യാസ നയം. പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാറ്റപ്പെടുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ മാറ്റപ്പെടുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ മാറ്റപ്പെടുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഭാഷയെക്കുറിച്ച് പറയുന്നിടത്ത് ചില ഭാഷകളെ മാത്രം പരാമർശിച്ചുകൊണ്ട് അതൊക്കെയും പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി ഒരു സമൂഹത്തിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുവാനുള്ള ദുരുദ്ദേശപരമായ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുക എന്നതും ഏകശിലാത്മകമായ ഒരു ഭരണക്രമത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവുക എന്നുള്ളതും ഏറെ ഗൗരവതലത്തിൽ നാം കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്? പല രൂപത്തിലുള്ള
ആശയങ്ങളും പുതുതായി വരേണ്ടതുണ്ട്. പക്ഷേ അത് വരുന്ന സമയത്തെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും സാമൂഹിക മാനത്തെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ വരേണ്ടത്. എന്നാൽ ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടെ സംഘപരിവാറിൻ്റെ അജണ്ടകളെ നടപ്പിലാക്കുവാൻ വേണ്ടി ചില ദുരുദ്ദേശപരമായ സമീപനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പല അർത്ഥത്തിലുള്ള ആശകളും കൊടുക്കുകയാണ്. തൊഴിലിനെക്കുറിച്ച് പറഞ്ഞ് അതേപോലെയുള്ള പല രീതികളെക്കുറിച്ച് പറയുമ്പോഴും മറുഭാഗത്ത് എവിടെയാണ് ഇതൊക്കെ ലഭിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും സാമൂഹിക ഉന്നമനത്തിനും മുന്നോട്ട് വയ്ക്കുന്ന നിയമമാണ് നമുക്ക് ആവശ്യം. അതല്ലാതെ വർഗീയവൽക്കരണത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയല്ല നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ബില്ലിനെതിരെ ഇത്രയും അധികം വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിലും ഒറ്റ വായനയിലും നിരവധി പ്രത്യേകതകൾ, നിരവധി ആശയങ്ങളൊക്കെ ഈ ബില്ലിലുണ്ടെങ്കിലും ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ ബില്ലിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഏകാത്മകമായ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിശാസ്ത്രത്തെ എതിർക്കപ്പെടേണ്ടതാണ്. വർഗീയവൽക്കരണത്തെ എതിർക്കപ്പെടേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിൽ നിന്നാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭാവി ഭാഗധേയങ്ങളെ നിർണ്ണയിക്കപ്പെടുന്ന ഈ ഒരു വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരണത്തിനും അതേപോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുന്നതിനും ആക്കം കൂട്ടുന്ന രൂപത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളെ, നമ്മുടെ കോളേജുകളെ, നമ്മുടെ സ്കൂളുകളെ, നമ്മുടെ പാഠ്യപദ്ധതിയെ എല്ലാം മാറ്റിമറിക്കുവാനാണ് ഈ നയത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നയത്തിനെതിരെയുള്ള ശക്തമായ ശബ്ദങ്ങളും പ്രതിഷേധങ്ങളും ജനാധിപത്യപരമായി ഉയരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദേശീയ വിദ്യാഭ്യാസ നയം പതിയിരിക്കുന്ന അപകടങ്ങളെന്ന ക്യാമ്പയിനിന്റെ നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് MSM കണ്ണൂർ ജില്ലാ സെക്രട്ടറി റബീഹ് മാട്ടൂൽ. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ദേശീയ വിദ്യാഭ്യാസ നയം പതിയിരിക്കുന്ന അപകടങ്ങൾ എന്ന ശ്രദ്ധേയമായ വിഷയത്തിൽ KNM മർക്കസ് ദഅവ കണ്ണൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച വെബിനാറിന് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈ വെബിനാർ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ MP PT മുഹമ്മദ് ബഷീർ സാഹിബിന് KNM മർക്കസ് ദഅവ കണ്ണൂർ ജില്ലാ സമിതിയുടെ കൃത്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് സംസാരിച്ച KNM ജില്ലാ വൈസ് പ്രസിഡന്റ് റമീസ് മാസ്റ്റർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വെബിനാറിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച സിജി സംസ്ഥാന ജനറൽ സെക്രട്ടറി ZA അഷ്റഫ് മാസ്റ്റർക്കും പ്രഭാഷണം നിർവഹിച്ച PC അബൂബക്കർ മാസ്റ്റർക്കും സമാപന ഭാഷണം നടത്തിയ ISM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റാഫി പേരാമ്പ്ര അവർകൾക്കും കൃത്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാം തത്സമയം വീക്ഷിച്ച എല്ലാ സഹോദരന്മാർക്കും KNM കണ്ണൂർ ജില്ലാ സമിതിയുടെ ഹൃദ്യമായ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.